Health and Physical Education 2024 question paper. 1 mark questions. What are aerobic exercises? So aerobic exercises എന്ന് പറയുന്നത് physical activities ആണ് that require oxygen for energy production. Energy production വേണ്ടി ഓക്സിജൻ വേണം. പിന്നെ ഒരു ലോങ്ങർ ഡ്യൂറേഷനിലേക്കാണ് ഇത് പെർഫോം ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ എക്സാമ്പിളാണ് റണ്ണിങ്, സൈക്ലിംഗ് ആൻഡ് സ്വിമ്മിങ്. വാട്ട് ഈസ് എജിലിറ്റി? Agility എന്ന് പറയുന്നത് it is the ability of the body to change direction quickly and efficiently while maintaining balance and control. ബാലൻസും കൺട്രോളും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ബോഡിക്ക് പെട്ടെന്ന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റിയാണ് എജിലിറ്റി എന്ന് പറയുന്നത്. റൈറ്റ് എനി ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ്. വൈറ്റമിൻ എ ആൻഡ് വൈറ്റമിൻ ഡി ആണ് ഫാറ്റ് സോലുബിൾ ആയിട്ടുള്ള വൈറ്റമിൻസ് എ ആൻഡ് ഡി. ഡിഫൈൻ ഹെൽത്ത്. ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആണ്. ഇത് മിയർ ആബ്സെൻസ് ഓഫ് ഡിസീസ് മാത്രമല്ല. ലിസ്റ്റ് ഡൗൺ എനി 2 കോമ്പണൻസ് ഓഫ് ഹെൽത്ത് റിലേറ്റഡ് ഫിറ്റ്നസ്. കാർഡിയോവസ്കുലർ എൻഡ്രൻസ്, മസ്കുലർ സ്ട്രെങ്ത്. വാട്ട് ഈസ് കൈഫോസിസ്? ഇതൊരു സ്പൈനൽ ഡിസോർഡർ ആണ് ഇൻ വിച്ച് ദ അപ്പർ ബാക്ക് ബിക്കംസ് എക്സസീവ്ലി കർവ്ഡ് ഫോർവേഡ് ആയിരിക്കും, കോസിങ് ഒരു ഹഞ്ച്ഡ് പോസ്റ്റർ ആയിരിക്കും വരുന്നുണ്ടാവുക, കൂനുള്ള പോലെ. പാർട്ട് ബിയിലെ 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മസ്കുലാർ സ്ട്രെങ്ത് ആൻഡ് മസ്കുലാർ എൻഡുറൻസ്. മസ്കുലാർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ എബിലിറ്റി ഓഫ് എ മസിൽ ആണ്, അല്ലെങ്കിൽ ഒരു മസിൽ ഗ്രൂപ്പാണ് ടു എക്സേർട്ട് മാക്സിമം ഫോഴ്സ്. ഒരു സിംഗിൾ എഫേർട്ടിൽ മാക്സിമം ഫോഴ്സ് കൊടുക്കാൻ മസിൽ ഗ്രൂപ്പിനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ലിഫ്റ്റിംഗ് ഹെവി വെയ്റ്റ് വൺസ്. മസ്കുലർ എൻഡുറൻസ് എന്ന് പറയുന്നതും മസിൽ അല്ലെങ്കിൽ മസിൽ ഗ്രൂപ്പിൻ്റെ എബിലിറ്റി തന്നെയാണ് ടു പെർഫോം റിപ്പീറ്റഡ് കൺട്രാക്ഷൻസ് ഓവർ എ പീരീഡ് ഓഫ് ടൈം വിത്തൗട്ട് ഫറ്റീഗ്. അതായത് ഒരു ആക്ടിവിറ്റി തന്നെ കുറച്ചധികം സമയം ചെയ്യാനുള്ള കഴിവിനാണ് മസ്കുലർ എൻഡുറൻസ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ പുഷപ്പ് ആണ് അതിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യുന്നത് മാക്സിമം പവറിലാണ്. എൻഡുറൻസ് ഫോക്കസ് ചെയ്യുന്നത് ഒരു ആക്ടിവിറ്റി കുറച്ച് നേരത്തേക്ക് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളതിലാണ്. സ്ട്രെങ്ത് ഫോക്കസ് ചെയ്യുന്നത് ഹെവിയർ ലോഡൊക്കെ എടുക്കുക, ഫ്യൂവർ റിപ്പീറ്റേഷൻ മാത്രമേ അതിൽ ഉണ്ടാവുള്ളൂ. എൻഡുറൻസ് എന്താണ്? ലൈറ്റ് ലോഡ്സ് ആണ് ഉണ്ടാവുക, ലൈറ്റ് വെയ്റ്റ്സ് ആണ് ഉണ്ടാവുക, പക്ഷേ കൂടുതൽ റിപ്പീറ്റേഷൻ ഉണ്ടാവും. വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ? ദ മെയിൻ ഒബ്ജക്ട്സ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ഡെവലപ്പ് ചെയ്യുക, ഇമോഷണൽ ആൻഡ് മെൻ്റൽ വെൽബീങ് പ്രൊമോട്ട് ചെയ്യുക, സോഷ്യൽ ഡെവലപ്മെൻറ്റ് എൻകറേജ് ചെയ്യുക. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് ഇംപ്രൂവ് ചെയ്യുക മോട്ടോർ സ്കിൽ, സ്ട്രെങ്ത്, എൻഡുറൻസ് ആൻഡ് കോർഡിനേഷൻ. സോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓൾസോ നമ്മൾ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ടു ഡെവലപ്പ് ഡിസിപ്ലിൻ, ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ടീം വർക്ക് ആൻഡ് സ്പോർട്സ്മാൻഷിപ്പ്. ഇതൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് റെഗുലർ എക്സസൈസ് ആൻഡ് ഹെൽത്ത് കെയർ. റൈറ്റ് എനി 4 ഹെൽത്ത് ബെനിഫിറ്റ്സ് ഓഫ് ഫിസിക്കൽ എക്സസൈസസ്. കാർഡിയോവാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഹാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, ഹെൽപ്സ് ഇൻ വെയ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് പ്രിവെൻസ് ഒബീസിറ്റി, മസ്കുലർ സ്ട്രെങ്ത് ആൻഡ് ഫ്ലെക്സിബിലിറ്റി എൻഹാൻസ് ചെയ്യുന്നുണ്ട്, സ്ട്രെസ്, ആങ്സൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്, മെൻ്റൽ വെൽബീങ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. Suggest any 4 exercises to develop cardiorespiratory endurance. Running or jogging, cycling, swimming, skipping or jump rope. Part C 4 mark question. Briefly explain the importance of health education. So health education എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. ഇതിലൂടെ നമ്മൾ പകർന്നു കൊടുക്കുന്ന അല്ലെങ്കിൽ ഇമ്പാർട്ട് ചെയ്യുന്നത് നോളേജ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സ്കിൽസ് ആണ്. അത് ആളുകളെ എന്തിനെ ഹെൽപ്പ് ചെയ്യും? ആളുകളെയും കമ്മ്യൂണിറ്റീസിനെയും അവരുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതിൽ അവയർനെസ് ഉണ്ട്, പ്രിവെൻഷൻ ഉണ്ട്, പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് ഉണ്ട്. സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഡിസീസ് പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. അസുഖങ്ങൾ വരാതെ നോക്കുക, അതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. എങ്ങനെയാണ് ഡിസീസസ് അല്ലെങ്കിൽ അസുഖങ്ങൾ സ്പ്രെഡ് ആവുന്നത്? എങ്ങനെ അത് നമുക്ക് ഹൈജീൻ, വാക്സിനേഷൻ, സാനിറ്റേഷൻ ആൻഡ് ഏർലി ഡയഗ്നോസിസിലൂടെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതും കൂടെ ഇതിലൊരു അവയർനെസ് കൊടുക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, പകരുന്ന ഡിസീസസ് ആയിട്ടുള്ള മലേറിയ, ട്യൂബർക്യുലോസിസ് ആൻഡ് COVID-19 ഒക്കെ അതിനെക്കുറിച്ചിട്ടുള്ള അവയർനെസ് അതിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കറിയാമല്ലേ, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വരാതെ നോക്കുന്നതാണ് വന്നു കഴിഞ്ഞ് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത്. സോ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഒരു ഇൻഡിവിജ്വലിനെ എംപവർ ചെയ്യുന്നുണ്ട് ടു മേക്ക് ഇൻഫോംഡ് ഹെൽത്ത് ഡിസിഷൻ ആൻഡ് ടു റെഡ്യൂസ് ദ ബർഡൻ ഓൺ ഹെൽത്ത് കെയർ സിസ്റ്റംസ്. അനദർ കീ ഇമ്പോർട്ടൻസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ആണ് പ്രൊമോഷൻ ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ്. ബാലൻസ്ഡ് ന്യൂട്രീഷൻ, റെഗുലർ ഫിസിക്കൽ എക്സസൈസ്, പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ടെക്നിക്സ് ഒക്കെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹാർംഫുൾ ഹാബിറ്റ്സ് ആയിട്ടുള്ള സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഡ്രഗ് അബ്യൂസിനൊക്കെ അത് ഡിസ്കറേജ് ചെയ്യുന്നുണ്ട്. സോ കീവേഡ്സ് ലൈക്ക് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ, വെൽനസ്, ബിഹേവിയർ ചേഞ്ച് ഒക്കെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഒരു ഭാഗമാണ്. പേഴ്സണൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഹൈജീൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ക്ലീൻ സറൗണ്ടിങ്, സേഫ് ഡ്രിങ്കിങ് വാട്ടർ ആൻഡ് പ്രോപ്പർ വാട്ടർ വേസ്റ്റ് ഡിസ്പോസൽ. സോ ക്ലീൻ ഹാബിറ്റ്സിലൂടെ നമുക്ക് റിസ്ക് ഓഫ് ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ പറ്റും, ഓവറോൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ഇതിന് സ്കൂൾസും ഒരു മേജർ റോൾ പ്ലേ ചെയ്യുന്നുണ്ട്, കാരണം കുട്ടികളിൽ ഈ ഹാബിറ്റ്സ് മുൻപേ തന്നെ കൊണ്ടുവരാൻ പറ്റും. അടുത്ത ഇമ്പോർട്ടൻസ് ആണ് മെൻ്റൽ, സോഷ്യൽ ആൻഡ് കമ്മ്യൂണിറ്റി വെൽബീങ്.
ഹെൽത്ത് എഡ്യൂക്കേഷൻ ആളുകളെ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പല കോപ്പിംഗ് സ്ട്രാറ്റജീസ് ആയിട്ടുള്ള യോഗ, മെഡിറ്റേഷൻ ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സ് അതിന് വേണ്ടി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ അവയർനെസ് ആൻഡ് കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ ഇൻ ഹെൽത്ത് പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എഡ്യൂക്കേറ്റഡ് ഇൻഡിവിജ്വൽസിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഹെൽത്തിയർ സൊസൈറ്റിയിലേക്ക് ബൈ സ്പ്രെഡിങ് അവയർനെസ് ആൻഡ് സപ്പോർട്ടിംഗ് പബ്ലിക് ഹെൽത്ത് ഇനീഷ്യേറ്റീവ്സ്. സോ നമുക്കറിയാം, ഒരു ഹെൽത്തി മൈൻഡ് ലീവ്സ് ഇൻ എ ഹെൽത്തി ബോഡി ആൻഡ് എ ഹെൽത്തി സൊസൈറ്റി. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഹെൽത്ത് എഡ്യൂക്കേഷൻ എസെൻഷ്യൽ ആണ് ടു പ്രിവെൻറ്റ് ഡിസീസ്, ഹെൽത്തി ലിവിങ് ആൻഡ് ഓവറോൾ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആൻഡ് മേക്കിംഗ് എ ഫൗണ്ടേഷൻ ഓഫ് പബ്ലിക് ഹെൽത്ത്. അടുത്തത് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താണ്, അതിൻ്റെ ഏതെങ്കിലും 3 കോമ്പണൻസിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ടു പെർഫോം ഡെയിലി ആക്ടിവിറ്റീസ് എഫിഷ്യൻ്റ്ലി വിത്തൗട്ട് എക്സസീവ് ഫാറ്റിക് ആൻഡ് വിത്ത് എനഫ് എനർജി റിമൈനിങ് ഫോർ ലേച്ചർ ആൻഡ് എമർജൻസി ആക്ടിവിറ്റീസ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഡെയിലി ആക്ടിവിറ്റീസ് പെർഫോം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി, ക്ഷീണമില്ലാതെ. അതുപോലെ ഡെയിലി ആക്ടിവിറ്റീസ് പെർഫോം ചെയ്താലും എനർജി ബാക്കി ഉണ്ടാവുക ഫോർ ലേച്ചർ, ഫ്രീ ടൈമിനും അതുപോലെ തന്നെ എമർജൻസി ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട്. സോ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീങ് ആണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എസെൻഷ്യൽ ആണ് ഫോർ ലീഡിങ് എൻ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ലൈഫ്. ഇതിന് ഒരുപാട് കോമ്പണൻസ് ഉണ്ട്. അതിൽ 3 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്: cardiovascular endurance, muscular strength and flexibility. So fitness എന്ന് പറയുന്നത് being better than someone else എന്നല്ല അതിൻ്റെ അർത്ഥം. It is about being better than you used to be. നിങ്ങൾ ആയിരുന്ന അവസ്ഥയെക്കാളും ബെറ്റർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് കോമ്പണൻ്റ് ആണ് കാർഡിയോവസ്കുലാർ എൻഡ്യൂറൻസ്. ഇത് നമ്മുടെ ഹാർട്ട്, ലങ്സ് ആൻഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ എബിലിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത് ടു സപ്ലൈ ഓക്സിജൻ എഫിഷ്യൻ്റ്ലി ഡ്യൂറിങ് പ്രൊലോങ്ഡ് ഫിസിക്കൽ ആക്ടിവിറ്റി. ഇതിനെ എറോബിക് ഫിറ്റ്നസ് എന്നും പറയാറുണ്ട്. റണ്ണിങ്, സ്വിമ്മിങ്, സൈക്ലിംഗ്, ബ്രിസ്ക് വാക്കിംഗ് ഒക്കെ കാർഡിയോവസ്കുലർ എൻഡ്യൂറൻസിന് ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഗുഡ് എൻഡ്യൂറൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാമിന കൂട്ടും, ഫറ്റീഗ് അല്ലെങ്കിൽ ക്ഷീണം കുറയ്ക്കും. അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസ് പോലുള്ള അസുഖങ്ങളുടെ റിസ്ക് കുറയ്ക്കും. ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു കീവേഡാണ് ഓക്സിജൻ ഡെലിവറി സിസ്റ്റം എഫിഷ്യൻസി. സോ ഡെയിലി ടാസ്ക് പെർഫോം ചെയ്യാൻ കാർഡിയോവസ്കുലർ എൻഡ്യൂറൻസ് ആവശ്യമാണ് വിത്തൗട്ട് ബീങ് എക്സോസ്റ്റഡ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓവറോൾ എനർജി ലെവൽസ്. സെക്കൻഡ് കോമ്പണൻ്റ് ആണ് മസ്കുലർ സ്ട്രെങ്ത്. മസ്കുലർ സ്ട്രെങ്ത് നേരത്തെ നമ്മൾ കണ്ടു, ഒരു മസിൽ അല്ലെങ്കിൽ ഒരു മസിൽ ഗ്രൂപ്പിൻ്റെ എബിലിറ്റിയാണ് ടു എക്സെർട്ട് മാക്സിമം ഫോഴ്സ് ഇൻ എ സിംഗിൾ എഫേർട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ലിഫ്റ്റിംഗ്, പുഷിംഗ്, പുള്ളിങ് ആൻഡ് പെർഫോമിംഗ് ഹെവി ഫിസിക്കൽ ടാസ്ക്. സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസസ് ആയിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ്, പുഷപ്സ് ആൻഡ് റെസിസ്റ്റൻസ് എക്സസൈസിനും മസ്കുലർ സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സ്ട്രോങ് മസിൽസ് ഉണ്ടെങ്കിൽ നമ്മുടെ പോസ്ചർ സപ്പോർട്ട് ചെയ്യും, ഇഞ്ചുറി റിസ്ക് റെഡ്യൂസ് ചെയ്യും, പെർഫോമൻസിനെ എൻഹാൻസ് ചെയ്യും. തേർഡ് കോമ്പണൻ്റ് ആണ് ഫ്ലെക്സിബിലിറ്റി. ഇതെന്താണ്? ദ എബിലിറ്റി ഓഫ് ദി ജോയിൻസ് ആൻഡ് മസിൽസ് ടു മൂവ് ഇൻ ദ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. നല്ല രീതിയിൽ തന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. സ്ട്രെച്ചിങ് എക്സസൈസും യോഗയൊക്കെ ഫ്ലെക്സിബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സ്റ്റിഫ്നെസ് പ്രിവെൻറ്റ് ചെയ്യും, പോസ്ചർ ഇമ്പ്രൂവ് ചെയ്യും, മൂവ്മെൻറ്റ് എഫിഷ്യൻസി എൻഹാൻസ് ചെയ്യും. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഈ കോമ്പണൻസ് എല്ലാം ദി വർക്ക് ടുഗെദർ ടു മെയിൻറ്റെയിൻ ഓവറോൾ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽബീങ്. എക്സ്പ്ലെയിൻ ദ കോസസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഒബീസിറ്റി. ഒബീസിറ്റി എന്ന് പറയുന്നത് ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇതിൻ്റെ ഫീച്ചർ എന്താണ്? എക്സസീവ് അക്യുമുലേഷൻ ഓഫ് ബോഡി ഫാറ്റ് അടിഞ്ഞുകൂടുക നെഗറ്റീവ്ലി ദാറ്റ് അഫക്ട്സ് ഹെൽത്ത്. ഇത് മെയിനായിട്ട് കോസ് ചെയ്യുന്നത് ഇംബാലൻസ് ബിറ്റ്വീൻ കാലറി ഇൻടേക്ക്, നമ്മൾ എടുക്കുന്ന ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കലോറിയും അത് എനർജി നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ത്രൂ അത് ഡിസ്പോസ് ചെയ്ത് പോകണം. അതാണ് എനർജി എക്സ്പെൻഡിച്ചർ. വൺ ഓഫ് ദ മേജർ കോസസ് എന്ന് പറയുന്നത് അൺഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് ആണ്. എക്സസീവായിട്ട് ഫാസ്റ്റ് ഫുഡ്, ഫ്രൈഡ് ഐറ്റം, ഷുഗറി ഡ്രിങ്ക്സ്, പ്രോസസ്ഡ് ഫുഡ്സ് ഒക്കെ കഴിക്കാം. ലാക്ക് ഓഫ് ഫൈബർ റിച്ച് ഫുഡ്സ് ലൈക്ക് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസും വെയിറ്റ് ഗെയിനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു മേജർ കോസാണ് ഫിസിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇൻആക്ടിവിറ്റി അല്ലെങ്കിൽ സെഡാൻറ്ററി ലൈഫ് സ്റ്റൈൽ. കുറേ നേരം ഇരിക്കുക, വാച്ചിങ് ടെലിവിഷൻ, യൂസിങ് മൊബൈൽ ഡിവൈസസ് ഒക്കെ കാലറി ബേണിങ്ങിനെ റെഡ്യൂസ് ചെയ്യും. സോ കാലറീസ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എടുക്കുന്ന കാലറിയും നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്ത് കളയുന്ന കാലറിയും എപ്പോഴും ഈക്വൽ ആയിരിക്കണം. അനദർ ഇമ്പോർട്ടൻറ്റ് കോസ് ആണ് ജനറ്റിക്, ഹോർമോണൽ ആൻഡ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ്. സോ ഒബീസിറ്റി ഫാമിലിയിൽ ആർക്കെങ്കിലും പാരൻസിനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടാം. അപ്പോൾ ഹോർമോണൽ ഡിസോർഡേഴ്സ് ലൈക്ക് ഹൈപ്പോതൈറോയിഡിസവും വെയിറ്റ് ഗെയിനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആയിട്ടുള്ള സ്ട്രെസ്, ഡിപ്രഷൻ, ഇമോഷണൽ ഈറ്റിങ്ങും റിസ്ക് ഓഫ് ഒബീസിറ്റി കൂട്ടുന്നുണ്ട്. പിന്നെ ലാക്ക് ഓഫ് സ്ലീപ്പ്, സർട്ടൻ മെഡിക്കേഷൻസും എക്സസീവ് വെയിറ്റ് ഗെയിനിലേക്ക് ലീഡ് ചെയ്യാം. സോ ലൈഫ് സ്റ്റൈൽ ഇംബാലൻസ്, മെറ്റബോളിക് ഡിസോർഡർ ആൻഡ് സെഡൻറ്ററി ബിഹേവിയർ ഒക്കെ ഒബീസിറ്റി ഗെയിൻ ചെയ്യാനുള്ള കാരണങ്ങളാണ്. ഇനി സിംറ്റംസ് ഓഫ് ഒബീസിറ്റി നമുക്ക് എക്സസീവ് ആയിട്ടുള്ള ബോഡി വെയിറ്റ് ആൻഡ് ഫാറ്റ് അക്യുമുലേഷനിലൂടെ മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഫാറ്റ് അക്യുമുലേഷൻ എസ്പെഷ്യലി നടക്കുന്നത് അബ്ഡമൻ, നമ്മുടെ വയറ്, ഹിപ്സ് ആൻഡ് തൈസിൻ്റെ ഭാഗത്താണ്. ഇൻഡിവിജ്വൽസിന് ഇതുകൊണ്ട് ബ്രെത്ത്ലെസ്നെസ്, ഫറ്റീഗ്, ക്ഷീണം, ലോ എനർജി ലെവൽസ് ഒക്കെ അനുഭവപ്പെടാം ഈവൺ ആഫ്റ്റർ മൈൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെങ്കിൽ പോലും. ജോയിൻറ്റ് പെയിൻ, ബാക്ക് പെയിൻ, ഡിഫിക്കൽട്ടി ഇൻ മൂവ്മെൻ്റ് ഒക്കെ ബോഡി വെയ്റ്റിൻ്റെ പ്രശ്നങ്ങളാണ്. സ്കിൻ പ്രോബ്ലംസും വരാം സച്ച് ആസ് സ്വെറ്റിംഗ് ആൻഡ് റാഷസ്. ഇൻ ബോഡി ഫോൾസിലും
ഒക്കെ അറിയാം. ഒബിസിറ്റി എന്ന് പറയുന്നത് സീരിയസ് ഡിസീസസ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹാർട്ട് ഡിസീസിലേക്കൊക്കെ നയിക്കാം. സൈക്കോളജിക്കൽ സിംറ്റംസ് ആണ് ലോ സെൽഫ് എസ്റ്റീം, ഡിപ്രഷൻ ആൻഡ് സോഷ്യൽ ഐസൊലേഷൻ. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഒബീസിറ്റി, അൺഹെൽത്തി ഡയറ്റ്, ലാക്ക് ഓഫ് എക്സസൈസ്, ജനറ്റിക് ഫാക്ടേഴ്സ്, അതുപോലെ തന്നെ സീരിയസ് ആയിട്ടുള്ള ഫിസിക്കൽ മെൻ്റൽ ഹെൽത്ത് റിസ്ക്കും ഇത് പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണം, പ്രിവെൻറ്റീവ് കെയർ വേണം. വാട്ട് ഈസ് ഫസ്റ്റ് എയ്ഡ്? എക്സ്പ്ലെയിൻ ഡ്രൗണിങ് ഫസ്റ്റ് എയ്ഡ് പ്രൊസീജിയർ. ഫസ്റ്റ് എയ്ഡും മുങ്ങിയ ഒരാൾക്ക്, വെള്ളത്തിൽ മുങ്ങിയ ഒരാൾക്ക് ഫസ്റ്റ് എയ്ഡ് എങ്ങനെ കൊടുക്കാം എന്നാണ്. ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്നത് ഇമ്മീഡിയറ്റ് ആൻഡ് ടെമ്പററി കെയർ ആണ്. ഇഞ്ചേർഡ് ആയിട്ടുള്ള ഒരു ഇൽ പേഴ്സൺ ആണ് നമ്മൾ കൊടുക്കുക. പ്രൊഫഷണൽ മെഡിക്കൽ ഹെൽപ്പ് വരുന്നതിന് മുമ്പ് കൊടുക്കുന്നതാണ്. പിന്നെ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആണ് ലൈഫ് പ്രിസർവേഷൻ, പ്രിസർവ് ലൈഫ്, പ്രിവെൻറ്റ് ഡിറ്ററേഷൻ ആൻഡ് പ്രൊമോട്ട് റിക്കവറി. ഏതെങ്കിലും തരത്തിലുള്ള നശിച്ചു പോകുന്നതിനെ ഇതൊക്കെ റിക്കവറി പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് എസെൻഷ്യലാണ്. എമർജൻസി സിറ്റുവേഷൻസ് വരുന്നതുണ്ട്, ആക്സിഡൻറ്റ്സ്, ബേൺസ്, ഫ്രാക്ചേഴ്സ്, ബ്ലീഡിങ് ആൻഡ് ഡ്രൗണിങ്. അപ്പോൾ ഫേമസ് പ്രിൻസിപ്പിൾ പറയാൻ ദ ലൈഫ് ടൈം സേവ്ഡ് ഈസ് ലൈഫ് സേവ്ഡ് എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഡ്രൗണിങ്ങിൻ്റെ കാര്യത്തിൽ ക്വിക്ക് ആൻഡ് കറക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഓക്സിജൻ കുറയുന്നത്, ഓക്സിജൻ ഡിപ്രിവേഷൻ, ബ്രെയിൻ ഡാമേജ് ഒക്കെ മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ കോസ് ചെയ്യാം. അപ്പോൾ ഡ്രൗണിങ് നടക്കുമ്പോൾ ഒരു പേഴ്സൺ അൺഎബിൾ ടു ബ്രീത്ത് ആയിരിക്കും. കാരണം ഹി ഹാസ് സബ്മേഴ്സ്ഡ് ഇൻ ദ വാട്ടർ, വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ സഫോക്കേഷൻ ഉണ്ടാവും, ലോസ് ഓഫ് കോൺഷ്യസ്നെസ് ഉണ്ടാവും. സോ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേഫ് റെസ്ക്യൂ ആൻഡ് റിമൂവൽ ഫ്രം വാട്ടർ ആണ്. ആളെ ആ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കുക. റെസ്ക്യൂറും എൻഷുർ ചെയ്യണം പേഴ്സണൽ സേഫ്റ്റി ഉണ്ട്. ടു അവോയ്ഡ് ഡയറക്റ്റ് റിസ്ക് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ പോസിബിൾ ആണെങ്കിൽ ഒരു റോപ്പോ, സ്റ്റിക്കോ, ലൈഫ് ബോയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫ്ലോട്ടിംഗ് ഒബ്ജക്റ്റോ ഒക്കെ യൂസ് ചെയ്ത് വിക്ടിമിനെ പുൾ ഔട്ട് ചെയ്യാം. വിക്ടിമ് സേഫായിട്ട് വന്നതിന് ശേഷം നെക്സ്റ്റ് സ്റ്റെപ്പാണ് റെസ്പോൺസ് ഉണ്ടോ, എയർവേ, ബ്രീത്തിങ് ആൻഡ് പൾസ്, ABCP ചെക്ക് ചെയ്യാം. പേഴ്സൺ അൺകോൺഷ്യസ് ആണെങ്കിൽ എയർവേ എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യണം. അതിന് ഹെഡ് ടിൽറ്റ്, ചിൻ ലിഫ്റ്റ് ഒക്കെ യൂസ് ചെയ്യാം. ബ്രീത്തിങ് ആബ്സെൻ്റ് ആണെങ്കിൽ റെസ്ക്യൂ ബ്രീത്തിങ്ങോ CPR നമുക്ക് കൊടുക്കാം. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ CPRൽ വരുന്നതാണ് ചെസ്റ്റ് കംപ്രഷൻ ആൻഡ് റെസ്ക്യൂ ബ്രീത്ത്സ് ടു റീസ്റ്റോർ ഓക്സിജൻ സപ്ലൈ. സോ ABC ആണ് ഇതിൻ്റെ ഗോൾഡൻ റൂൾ: എയർവേ, ബ്രീത്തിങ്, സർക്കുലേഷൻ. നെക്സ്റ്റ് സ്റ്റെപ്പ് പോസ്റ്റ് റെസ്ക്യൂ കെയർ ആൻഡ് മെഡിക്കൽ അറ്റൻഷൻ ആണ്. വിക്ടിമിനെ റിക്കവറി പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുക, ക്ലോത്ത്സ് ഒക്കെ റിമൂവ് ചെയ്യുക ടു പ്രിവെൻറ്റ് ഹൈപ്പോതെർമിയ. പിന്നെ ബോഡി ഒരു ഡ്രൈ ക്ലോത്തോ ബ്ലാങ്കറ്റോ വെച്ച് കവർ ചെയ്യുക. വാട്ടർ ലങ്സിൽ നിന്ന് ഫോഴ്സിബിളി റിമൂവ് ചെയ്യരുത് ബൈ പ്രസ്സിങ് ദ സ്റ്റൊമക്ക്, കാരണം ഇതിൽ കൊണ്ട് ബുദ്ധിമുട്ടുകൾ വരാം. സോ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ടു ദ ഹോസ്പിറ്റൽ ഈസ് എസെൻഷ്യൽ. ആള് കോൺഷ്യസ് ആയി കഴിഞ്ഞാൽ, കാരണം കോംപ്ലിക്കേഷൻസ് വരാം, ലൈക്ക് സെക്കൻഡറി ഡ്രൗണിങ്, ലങ് ഇൻഫെക്ഷൻ, റെസ്പിറേറ്ററി ഡിസ്ട്രസ് ഒക്കെ പിന്നീട് വരാവുന്നതാണ്. അപ്പോൾ പ്രോപ്പർ അവയർനെസ് ഓഫ് ദി ഫസ്റ്റ് എയ്ഡ് ടെക്നിക്സ് ആണെങ്കിൽ നമുക്ക് മരണസാധ്യത കുറയ്ക്കാം. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് എയ്ഡ് ഇൻ ഡ്രൗണിങ് എന്ന് പറയുന്നത് ഒരു ലൈഫ് സേവിങ് സ്കില്ലാണ്. ഇതിന് ക്വിക്ക് തിങ്കിങ് വേണം, കറക്റ്റ് CPR അപ്ലിക്കേഷൻ വേണം, അർജൻറ്റ് മെഡിക്കൽ സപ്പോർട്ട് വേണം. എക്സ്പ്ലെയിൻ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് യോഗ. യോഗ എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ്റ് ഇന്ത്യൻ പ്രാക്ടീസ് ആണ്. ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ഫിസിക്കൽ പോസ്റ്റേഴ്സ് ഓർ ആസനാസ്, ബ്രീത്തിങ് ടെക്നിക്സ് ഓർ പ്രാണായാമ, മെഡിറ്റേഷൻ ഓർ ധ്യാന. ഇതെല്ലാം കൂടെ നമുക്ക് ഹോളിസ്റ്റിക് ഹെൽത്ത് അച്ചീവ് ചെയ്യാൻ പറ്റും. സോ ദ വേർഡ് യോഗ എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്, റെപ്രസെൻറ്റിംഗ് ദ ഹാർമണി ബിറ്റ്വീൻ ബോഡി, മൈൻഡ് ആൻഡ് സോൾ ഓർ സ്പിരിറ്റ്. സോ വൺ ഓഫ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് യോഗ എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് ഹെൽത്ത് മെയിൻ്റനൻസ് ആണ്. റെഗുലർ പ്രാക്ടീസിലൂടെ നമുക്ക് ഫ്ലെക്സിബിലിറ്റി, സ്ട്രെങ്ത്, ബാലൻസ് ആൻഡ് പോസ്റ്ററൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ബോഡി ഫങ്ഷനിങ്ങിനെ ഇത് എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആയിട്ടുള്ള ഒബീസിറ്റി, ഡയബറ്റീസ് ആൻഡ് ഹൈപ്പർ ടെൻഷനൊക്കെ ഇത് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ യോഗിക് ഫിലോസഫിയിൽ പറയുന്ന പോലെ ഒരു ഹെൽത്തി ബോഡിയാണ് ഒരു ഹെൽത്തി മൈൻഡിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. സോ യോഗ ഡീടോക്സിഫിക്കേഷനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഇംപ്രൂവ് immunity and making the body stronger and more active. Another important objective of യോഗയാണ് മെൻ്റൽ പീസ് ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. ഇന്നത്തെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിൽ യോഗ ഒരു നാച്ചുറൽ സ്ട്രെസ് റിലീവറാണ്. ബ്രീത്തിങ് എക്സസൈസ്, മെഡിറ്റേഷൻ ഒക്കെ നമ്മുടെ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യാൻ പറ്റും. ആങ്സൈറ്റി, ഡിപ്രഷൻ, ആങ്കറിനെയൊക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് കോൺസെൻട്രേഷൻ, മെമ്മറി ആൻഡ് മെൻ്റൽ ക്ലാരിറ്റി. യോഗ ടീച്ച് ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് കൺട്രോൾ ആണ്. ഇതിലൂടെ നമുക്ക് സിറ്റുവേഷൻസിനോട് കാമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ കീവേഡാണ് സ്ട്രെസ് മാനേജ്മെൻറ്റ് ത്രൂ മൈൻഡ്ഫുൾനെസ്. നമുക്കൊരു പോസിറ്റീവ് തിങ്കിങ്ങും ഇമോഷണൽ ബാലൻസും ഡെവലപ്പ് ചെയ്യാൻ പറ്റും. യോഗ എന്ന് പറയുന്നത് ഈസ് ദ ജേർണി ഓഫ് ദ സെൽഫ്, ത്രൂ ദ സെൽഫ് ടു ദ സെൽഫ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം വാട്ട് ഈസ് ദ റോൾ ഓഫ് ഇന്നർ പീസ് ആൻഡ് സൈക്കോളജിക്കൽ വെൽബീങ് ഇൻ യോഗ. തേർഡ് ഒബ്ജക്റ്റീവ് ഓഫ് യോഗയാണ് സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസിപ്ലിൻ. യോഗ ആളുകളെ ഒരു ഡിസിപ്ലിൻഡ് ആൻഡ് എത്തിക്കൽ ലൈഫ് ജീവിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്. ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ട്രൂത്ത്ഫുൾനെസ്, നോൺ വയലൻസ് ആൻഡ് സെൽഫ് ഡിസിപ്ലിൻ, യാമ നിയമ. സെൽഫ് അവയർനെസ് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്.
ഇൻഡിവിജ്വൽസിന് അവരുടെ ഇന്നർ സെൽഫിനെ മനസ്സിലാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് സച്ച് ആസ് പ്രോപ്പർ ഡയറ്റ്, റെഗുലർ സ്ലീപ്പ് ആൻഡ് ഹെൽത്തി റൂട്ടീൻസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. സ്ട്രോങ് കണക്ഷൻ ബിൽഡ് ചെയ്യുന്നുണ്ട് ബിറ്റ്വീൻ ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് സ്പിരിച്വൽ അവയർനെസ്. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ യോഗയിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ട്, മെൻ്റൽ പീസ് ഉണ്ട്, സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ട്. അതിനൊരു കംപ്ലീറ്റ് സിസ്റ്റം ഫോർ ഹോളിസ്റ്റിക് വെൽബീങ് ആൻഡ് ബാലൻസ്ഡ് ലൈഫാക്കി മാറ്റുന്നുണ്ട്. എക്സ്പ്ലെയിൻ പ്രാണായാമ ആൻഡ് ഇറ്റ്സ് ബെനിഫിറ്റ്സ്. സോ പ്രാണായാമ ഒരു യോഗിക് പ്രാക്ടീസ് ആണ്. ഇതിൽ കൺട്രോൾഡ് റെഗുലേഷൻ ഓഫ് ബ്രീത്ത് ആണ് നടക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ വെൽബീങ് ഇംപ്രൂവ് ചെയ്യാം. ഈ പ്രാണായാമ എന്നുള്ള ടേം സാൻസ്ക്രിറ്റിൽ നിന്നാണ് വരുന്നത്. പ്രാണ എന്ന് പറഞ്ഞാൽ ലൈഫ് ഫോഴ്സ് ആൻഡ് എനർജി, ആൻഡ് ആയാമ മീൻസ് കൺട്രോൾ ഓർ എക്സ്പാൻഷൻ. സോ പ്രാണായാമ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺട്രോൾ ഓർ എക്സ്പാൻഷൻ ഓഫ് ദി ലൈഫ് ഫോഴ്സ് ഓർ എനർജി. ഇതിൽ വേരിയസ് ആയിട്ടുള്ള ബ്രീത്തിങ് ടെക്നിക്സ് വരുന്നുണ്ട്. ഡീപ്പ് ബ്രീത്തിങ്, നദി ശോധന, ആൾട്ടർനേറ്റ് നോസ്ട്രൽ ബ്രീത്തിങ്, കപാലഭാതി, ക്ലെൻസിങ് ബ്രീത്ത് ആൻഡ് ഭസ്ത്രിക, ബെലോസ് ബ്രീത്ത്. സോ ഈ ടെക്നിക്സ് നമ്മളെ എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഓക്സിജൻ ഇൻടേക്കിനെ റെഗുലേറ്റ് ചെയ്യാനും ഫങ്ഷനിങ് ഓഫ് ദ റെസ്പിറേറ്ററി സിസ്റ്റം ഇംപ്രൂവ് ചെയ്യാനും. സോ യോഗിക് സയൻസിൽ പറയുന്ന പോലെ ബ്രീത്ത് ഇസ് ദ ബ്രിഡ്ജ് ബിറ്റ്വീൻ ബോഡി ആൻഡ് മൈൻഡ്. സോ പ്രൈമറി എയിം ഓഫ് പ്രാണായാമം എന്താണ്? ലൈഫ് എനർജിയെ കൺട്രോൾ ചെയ്യുക, മെയിൻറ്റെയിൻ ഹാർമണി വിത്തിൻ ദ ബോഡി. One of the major benefits of pranayama ആണ് improved respiratory and physical health. ലങ് കപ്പാസിറ്റി കൂട്ടുന്നുണ്ട്, റെസ്പിറേറ്ററി മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്, ഓക്സിജൻ സപ്ലൈ എൻഹാൻസ് ചെയ്യുന്നുണ്ട് ടു ദ ബോഡി. അതുപോലെ തന്നെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ടു പ്രിവെൻറ്റ് ആൻഡ് മാനേജ് റെസ്പിറേറ്ററി ഡിസീസസ് ലൈക്ക് ആസ്മ ആൻഡ് ബ്രോൺചൈറ്റിസ്. അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്, ഹാർട്ട് ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കീവേഡ്സ് അസോസിയേറ്റഡ് വിത്ത് ദിസ് ബെനിഫിറ്റ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ലങ് എഫിഷ്യൻസി, ഓക്സിജനേഷൻ, കാർഡിയോവാസ്കുലർ ബാലൻസ്. സോ റെഗുലർ പ്രാക്ടീസിലൂടെ നമുക്ക് ബോഡിയെ ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റും, റിമൂവിങ് കാർബൺ ഡയോക്സൈഡ് ആൻഡ് ഇമ്പ്യൂരിറ്റീസ്. ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്, എനർജി ലെവൽസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബോഡിയെ കുറച്ചും കൂടെ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ആക്കുന്നുണ്ട്. മറ്റൊരു സിഗ്നിഫിക്കൻറ്റ് ബെനിഫിറ്റ് ഓഫ് പ്രാണായാമയാണ് മെൻറ്റൽ റിലാക്സേഷൻ ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി. പ്രാണായാമ നെർവസ് സിസ്റ്റത്തിനെ കാം ചെയ്യുന്നു, സ്ട്രെസ്, ആങ്സൈറ്റി ആൻഡ് മെൻറ്റൽ ഫറ്റീഗ് റെഡ്യൂസ് ചെയ്യുന്നു, കോൺസെൻട്രേഷൻ, മെമ്മറി ആൻഡ് കൊഗ്നിറ്റീവ് ഫംഗ്ഷൻ ഇംപ്രൂവ് ചെയ്യുന്നു. പ്രാക്ടീസിങ് ഡീപ്പ് ബ്രീത്തിങ് ആക്ടിവിറ്റീസ് നമ്മുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് റിലാക്സേഷൻ ആൻഡ് ഇമോഷണൽ ബാലൻസ്. പ്രാണായാമ അതുപോലെ തന്നെ നെഗറ്റീവ് ഇമോഷൻസ് ആയിട്ടുള്ള ആങ്കർ, ഫിയറിനൊക്കെ കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും, പീസ്ഫുൾ ആൻഡ് ബാലൻസ്ഡ് പേഴ്സണാലിറ്റി ലീഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ പ്രാണായാമ ഒരു പവർഫുൾ ആയിട്ടുള്ള യോഗിക് പ്രാക്ടീസ് ആണ്. അത് ഫിസിക്കൽ ഹെൽത്ത്, മെൻ്റൽ കാംനെസ് ആൻഡ് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ തരുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് ഹോളിസ്റ്റിക് വെൽബീങ്. Part D, answer any question. What is nutrition? Explain the functions and sources of different types of nutrients. Nutrition എന്ന് പറയുന്നത് ഒരു സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ഫുഡ് ആൻഡ് ഇറ്റ്സ് റിലേഷൻഷിപ്പ് വിത്ത് ഹെൽത്ത് ആണ്. ഇത് റെഫർ ചെയ്യുന്നത് ബോഡി എത്ര ഫുഡ് എടുക്കുന്നുണ്ട്, അതിൽ നിന്ന് എത്ര ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിനെങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് ഫോർ ഗ്രോത്ത്, എനർജി ആൻഡ് റിപ്പയർ ആൻഡ് ദ മെയിൻ്റനൻസ് ഓഫ് ബോഡി ഫങ്ഷൻ. ഗുഡ് ന്യൂട്രീഷൻ നമുക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്, മെൻ്റൽ വെൽബീങ്, ഓവറോൾ ഹെൽത്ത് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പറയുന്ന പോലെ യു ആർ വാട്ട് യു ഈറ്റ്, അത് ദ ഇമ്പോർട്ടൻസ് ഓഫ് ബാലൻസ്ഡ് ഡയറ്റ് ഇൻ ഡെയിലി ലൈഫ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ന്യൂട്രീഷനിൽ പ്രധാനമായിട്ടും 2 കോമ്പണൻസ് ആണുള്ളത്. മാക്രോ ന്യൂട്രിയൻസ്, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ് ആൻഡ് ഫാറ്റ്സ്. മൈക്രോ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. അതിനൊപ്പം തന്നെ വാട്ടറും ഡയറ്ററി ഫൈബറും ഉണ്ട്. ഇതെല്ലാം എസെൻഷ്യലാണ് ഫോർ പ്രോപ്പർ ബോഡി ഫങ്ഷനിങ്. ഒരു ബാലൻസ്ഡ് ഡയറ്റിൽ ഈ എല്ലാ ന്യൂട്രിയൻസും അതിൻ്റെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രൊപ്പോർഷനിൽ വേണം ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. So first major group of nutrients ആണ് carbohydrates. Primary source of energy for the human body ആണ്. They are broken. Carbohydrates നമ്മൾ എടുക്കുമ്പോൾ അതിനെ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് സെൽസ് യൂസ് ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. കാർബോഹൈഡ്രേറ്റ്സ് എസെൻഷ്യൽ ആണ് ഫോർ ബ്രെയിൻ ഫങ്ഷൻ, ഫിസിക്കൽ ആക്ടിവിറ്റി ആൻഡ് മെയിൻറ്റെയിനിങ് ബോഡി ടെമ്പറേച്ചർ. മെയിൻ സോഴ്സസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് നമുക്ക് റൈസിൽ നിന്ന് കിട്ടും, വീറ്റ്, ബ്രെഡ്, സെറിയൽസ്, പൊട്ടാറ്റോസ്, ഫ്രൂട്ട്സ്, ഷുഗർ, ഹണി എന്നൊക്കെ കിട്ടും. ഇനി കീവേഡ് അസോസിയേറ്റഡ് വിത്ത് കാർബോഹൈഡ്രേറ്റ്സ് ആണ് എനർജി ഗീവിങ് ഫുഡ്. അനദർ ഇമ്പോർട്ടൻറ്റ് ന്യൂട്രിയൻ്റ് ആണ് പ്രോട്ടീൻസ്. ഇതിനെ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്നും അറിയപ്പെടുന്നുണ്ട്. പ്രോട്ടീൻസ് എസെൻഷ്യൽ ആണ് ഫോർ ഗ്രോത്ത്, റിപ്പയർ ഓഫ് ടിഷ്യൂസ് ആൻഡ് ദ പ്രൊഡക്ഷൻ ഓഫ് എൻസൈംസ്, ഹോർമോൺസ് ആൻഡ് ആൻറ്റിബോഡീസ്. മസിൽ ഡെവലപ്മെൻറ്റിനെയും റിക്കവറിയും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടീൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി മിൽക്ക്, എഗ്സ്, ഫിഷ്, മീറ്റ്, പൾസസ്, ബീൻസ്, സോയാബീൻസ്, നട്ട്സ് ഒക്കെ കഴിക്കാം. അപ്പോൾ പ്രോട്ടീൻസ് എന്ന് പറയുന്നത് എന്താണ്? ദേ ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ലൈഫ്. തേർഡ് മാക്രോ ന്യൂട്രിയൻ്റ് ആണ് ഫാറ്റ്. ഇതാണ് കോൺസെൻട്രേറ്റഡ് എനർജിയും അതുപോലെ തന്നെ ഫാറ്റ് സോലുബിൾ വൈറ്റമിൻസ് ആയിട്ടുള്ള ADEK ഇതിനെ അബ്സോർബ് ചെയ്യുന്നത്. സോ ഫാറ്റ്സ് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോഴ്സസ് ഓഫ് ഫാറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഓയിൽസ്, ബട്ടർ, ഗീ,
nuts, seeds and dairy products. സോ എക്സസീവ് ഫാക്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒബീസിറ്റിയും ഹാർട്ട് ഡിസീസും വരാം. സോ ബാലൻസ് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് ന്യൂട്രിയൻസ് ആണ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്. They are essential for regulating body functions and maintaining immunity. വൈറ്റമിൻസ് ഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ്. അത് നമുക്ക് സ്മോൾ എമൗണ്ട്സിൽ മതി. അപ്പോൾ വൈറ്റമിൻ എ ഉണ്ടെങ്കിൽ നമുക്ക് ഗുഡ് വിഷൻ, സ്കിൻ ഹെൽത്ത് ഒക്കെ കിട്ടും. അത് നമുക്ക് ക്യാരറ്റ്സിലും ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും മിൽക്കിൽ നിന്നും കിട്ടും. വൈറ്റമിൻ ബി കോംപ്ലക്സ് നമ്മുടെ എനർജി, മെറ്റാബോളിസം, നെർവസ് സിസ്റ്റം ഫംഗ്ഷനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെറിയൽസ്, എഗ്സ് ആൻഡ് പൾസസിൽ നിന്ന് കിട്ടും. വൈറ്റമിൻ സി നമ്മുടെ ഇമ്മ്യൂണിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. മൂൺ ഹീലിംഗ് ഒക്കെ ഉണ്ട്. സിട്രസ് ഫ്രൂട്ട്സ് ആയ ഓറഞ്ചസ് ആൻഡ് ലെമൺസിൽ നിന്ന് കിട്ടും. വൈറ്റമിൻ ഡി ആണ് നമ്മുടെ ബോണിനെയും ടീത്തിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യുന്നത്. ഇത് നമുക്ക് സൺലൈറ്റ്, ഫിഷ് മിൽക്കിൽ നിന്നൊക്കെ കിട്ടും. മിനറൽസ് ഇൻഓർഗാനിക് സബ്സ്റ്റൻസസ് ആണ്, നമ്മുടെ ബോഡി ഫംഗ്ഷൻ ആവശ്യമാണ്. കാൽഷ്യം നമ്മുടെ ബോണിനെയും ടീത്തിനെയും സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്. മിൽക്ക് ആൻഡ് ഡയറി പ്രോഡക്ട്സിൽ നിന്ന് കിട്ടും. അയൺ ആണ് ഹീമോഗ്ലോബിൻ്റെ ഫോർമേഷനിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓക്സിജൻ ട്രാൻസ്പോർട്ട് അത് നമുക്ക് സ്പിനാച്ച്, ചീര, ഡേറ്റ്സ് ആൻഡ് മീറ്റിൽ നിന്നൊക്കെ കിട്ടും. അയഡിനും ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ തൈറോയിഡ് ഫംഗ്ഷൻ. നമുക്ക് അയോഡൈസ്ഡ് സോൾട്ട് ആൻഡ് സീ ഫുഡിൽ നിന്ന് അയഡിൻ കിട്ടുന്നുണ്ട്. സോ ദ കീവേഡ് ഫോർ ദിസ് ഗ്രൂപ്പ് ഈസ് പ്രൊട്ടക്റ്റീവ് ആൻഡ് റെഗുലേറ്ററി ന്യൂട്രിയൻസ് ആണ്. തേർഡ് ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ന്യൂട്രീഷൻ ആണ് വാട്ടർ ആൻഡ് ഡയറ്ററി ഫൈബർ. ഇതിനും ക്രൂഷ്യൽ റോൾ ഉണ്ട് ഫോർ ഡൈജഷൻ ആൻഡ് ഓവറോൾ ഹെൽത്ത്. വാട്ടർ വളരെ എസെൻഷ്യൽ ആണ് ഫോർ ലൈഫ്. ബോഡി ടെമ്പറേച്ചർ, ഡൈജഷനൊക്കെ എയ്ഡ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിയൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. വേസ്റ്റ് പ്രോഡക്ട്സിനെ റിമൂവ് ചെയ്യുന്നുണ്ട് ത്രൂ യൂറിൻ ആൻഡ് സ്വെറ്റ്. സോ നാച്ചുറൽ ഡ്രിങ്കിങ് വാട്ടർ, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ലിക്വിഡ്സ് എന്നൊക്കെ നമുക്ക് വാട്ടർ കിട്ടും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കുടിച്ചില്ലെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും. അത് ബോഡി ഫംഗ്ഷനെ അഫക്റ്റ് ചെയ്യും. ഡയറ്ററി ഫൈബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റോഷേ. ഇത് ഒരു ഇൻഡൈജസ്റ്റബിൾ പാർട്ട് ഓഫ് പ്ലാന്റ് ഫുഡ്സ് ആണ്. പ്ലാന്റ് ഫുഡ്സിൽ നിന്ന് കിട്ടുന്നതാണ്. പ്രോപ്പർ ഡൈജഷനും കോൺസ്റ്റിപ്പേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബ്ലഡ് ഷുഗർ ലെവൽസ് കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഹാർട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോഴ്സസ് ഓഫ് ഫൈബർ ആണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഓൾ ഗ്രെയിൻസ്, ഓട്സ് ആൻഡ് ലെഗ്യൂംസ്. സോ ഫൈബർ ആണ് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ക്ലീൻ ആൻഡ് ഹെൽത്തി ആയിട്ട് വെച്ചിരിക്കുന്നത്. സോ കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ന്യൂട്രീഷൻ എസെൻഷ്യൽ ആണ് ഫോർ മെയിൻറ്റെയിനിങ് ഗുഡ് ഹെൽത്ത്, ഗ്രോത്ത് ആൻഡ് എനർജി. ഒരു ബാലൻസ്ഡ് ഇൻടേക്ക് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് വാട്ടർ ആൻഡ് ഫൈബർ ആണ് എൻഷുർ ചെയ്യുന്നത്. ബോഡി പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസി ആൻഡ് ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രോപ്പർ ന്യൂട്രീഷൻ ഫിസിക്കൽ ഫിറ്റ്നസ്, മെൻ്റൽ വെൽബീങ്, ഓവറോൾ ക്വാളിറ്റി ഓഫ് ലൈഫിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. സോ ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് വിത്ത് റെഗുലർ എക്സസൈസ് ആണ് ഒരു സ്ട്രോങ് ആൻഡ് ആക്റ്റീവ് ലൈഫ് സ്റ്റൈലിൻ്റെ ഫൗണ്ടേഷൻ. വാട്ട് ഈസ് പോസ്ചർ? വാട്ട് ആർ ദ കോസസ് ഓഫ് ബാഡ് പോസ്ചർ? എക്സ്പ്ലെയിൻ കോമൺ ബാഡ് പോസ്ചേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ പോസ്ചർ എന്നുകൊണ്ട് റെഫർ ചെയ്യുന്നത് പൊസിഷൻ ഓർ അലൈൻമെൻറ്റ് ഓഫ് ദ ബോഡി ബൈ സ്റ്റാൻഡിങ്, സിറ്റിംഗ്, വാക്കിംഗ് ഓർ ലൈയിങ് ഡൗൺ. It is a way in which different parts of the body such as the head, neck, spine, shoulders, hips and legs are held in relation to each other. Good posture എന്ന് പറയുന്നത് നാച്ചുറൽ കർവ്സ് ഓഫ് ദ സ്പൈനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് വിത്ത് മിനിമൽ സ്ട്രെയിൻ ഓൺ മസിൽസ്, ലിഗമെൻറ്റ്സ് ആൻഡ് ജോയിൻറ്റ്സ്. സോ ഇതിലൂടെ നമുക്ക് ബാലൻസ്, സ്റ്റെബിലിറ്റി ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോഡി മൂവ്മെൻറ്റ് കിട്ടും. സോ പ്രോപ്പർ പോസ്ചർ നമ്മുടെ ബോഡിയെ എഫിഷ്യൻ്റ് ആയിട്ട് ഫങ്ഷൻ ചെയ്യാൻ പറ്റും വിത്ത് ലെസ് ഫറ്റീഗ്. അതുപോലെ തന്നെ ഇഞ്ചുറി, പെയിനിൻ്റെ റിസ്ക് ഒന്നും ഉണ്ടാവില്ല. ഒരു കോൺഫിഡൻറ്റ് അപ്പിയറൻസ് ആൻഡ് പോസിറ്റീവ് പേഴ്സണാലിറ്റി തരുന്നുണ്ട്. പോർ പോസ്ചർ ആണെങ്കിൽ ഇംബാലൻസ് ഉണ്ടാവും മസ്കുലോ സ്കെൽറ്റൽ സിസ്റ്റത്തിൽ. ഇത് ഡിസ്കംഫർട്ട് ഉണ്ടാക്കും, ഫറ്റീഗ് ഉണ്ടാക്കും, ലോങ് ടേം ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കും. സോ പോസ്ചർ ഇമ്പോർട്ടൻ്റ് ആണ് ഡെയിലി ആക്ടിവിറ്റീസിൽ, ലൈക്ക് ഒരു ക്ലാസ്സിൽ ഇരിക്കുക, വർക്കിംഗ് അറ്റ് എ ഡെസ്ക്, സ്ലീപ്പിംഗ്, സ്റ്റാൻഡിങ് ഓർ എക്സസൈസിങ്. സോ കറക്റ്റ് പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ് പ്രോപ്പർ ബ്രീത്തിങ്, ഡൈജഷൻ, ബ്ലഡ് സർക്കുലേഷൻ ആൻഡ് സ്പൈനൽ അലൈൻമെൻ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. സോ പോസ്ചർ എന്ന് പറയുന്നത് അപ്പിയറൻസിനെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു കാര്യമല്ല, ഓവറോൾ ഫിസിക്കൽ വെൽബീങ് ആൻഡ് ഫങ്ഷണൽ എഫിഷ്യൻസി ഓഫ് ദ ഹ്യൂമൻ ബോഡിയാണ്. ദ കോസസ് ഓഫ് ബാഡ് പോസ്ചർ ഒരുപാടുണ്ട്. ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് ആവാം, ഫിസിക്കൽ കണ്ടീഷൻസ് ആവാം, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആയിരിക്കാം. വൺ ഓഫ് ദ മേജർ കോസസ് ആണ് സെഡാൻറ്ററി ലൈഫ് സ്റ്റൈൽ ആൻഡ് ലാക്ക് ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി. സോ ഇപ്പോൾ ഒരുപാട് പേര് ലോങ് അവേഴ്സ് ഇരിക്കുന്നുണ്ട് കമ്പ്യൂട്ടർ, ടെലിവിഷൻ, മൊബൈൽ ഡിവൈസസിൻ്റെ ഫ്രണ്ടിൽ. ഇത് മസിൽ വീക്ക്നെസ്, സ്റ്റിഫ്നെസ് ആൻഡ് ഇംബാലൻസ് ഇൻ ബോഡി എലമെൻറ്റ് വരാം. മറ്റൊരു മേജർ കോസാണ് ഇൻകറക്റ്റ് സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് ഹാബിറ്റ്സ് ലൈക്ക് സ്ലൗച്ചിങ് വൈൽ സിറ്റിംഗ്, ബെൻഡിങ് ഫോർവേഡ് വൈൽ റീഡിങ്, വായിക്കുമ്പോൾ ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്യുക, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിരിക്കുക, സ്റ്റാൻഡിങ് വിത്ത് അൺഈവൺ വെയ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ, പുവർ എക്കണോമിക്സ് ഇൻ സ്കൂൾസ് ആൻഡ് വർക്ക് പ്ലേസസ്, അതായത് ഇംപ്രോപ്പർ ആയിട്ടുള്ള ചെയർ, ഡെസ്ക് സെറ്റപ്പ് ബാഡ് പോസ്ചറിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. വീക്ക് മസിൽസ് എസ്പെഷ്യലി ഇൻ അബ്ഡമൻ ആൻഡ് ദ ബാക്കും മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കോസാണ്. ബിക്കോസ് അവർക്ക് പ്രോപ്പറായിട്ട് സ്പൈനിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇഞ്ചുറീസ്, ആക്സിഡൻറ്റ്സ്, മെഡിക്കൽ കണ്ടീഷൻസ് ലൈക്ക് ആർത്രൈറ്റിസ് ഓർ സ്കോളിയോസിസും അബ്നോർമൽ പോസ്ചറിലേക്ക് വരാം. ഒബീസിറ്റിയും ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. കാരണം എക്സസ് ബോഡി വെയ്റ്റ് എക്സ്ട്രാ പ്രഷർ ബോൺസിലും ജോൺസിലും കൊടുക്കുന്നു. അത് മിസ് അലൈൻമെൻറ്റിലേക്ക് ലീഡ് ചെയ്യുന്നുണ്ട്.
സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ലൈക്ക് സ്ട്രെസ്, ഫെറ്റിക് ആൻഡ് ലാക്ക് ഓഫ് കോൺഫിഡൻസും പോസ്റ്ററിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഇൻഡിവിജ്വൽസിനെ സ്ലംപ് ചെയ്യാനോ ഡ്രൂപ്പ് ചെയ്യാനായിട്ട് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ അതർ കോസസ് ആണ് വെയറിങ് ഇംപ്രോപ്പർ ആയിട്ടുള്ള ഫുഡ് വെയർ, ഹെവി ബാഗ്സ് ഇൻകറക്റ്റ് ആയിട്ട് ക്യാരി ചെയ്യുക, ഒരു ഷോൾഡറിൽ മാത്രം വെയിറ്റ് കൊടുക്കുക, സ്ലീപ്പിംഗ് ഓൺ അൺസ്യൂട്ടബിൾ മാട്രസസ് ഓർ പില്ലോസ്. ഓവർ ടൈം ഈ ഹാബിറ്റ്സ് എല്ലാം സ്ട്രക്ചറൽ ചേഞ്ചസ് നമ്മുടെ സ്പൈനിലും മസിൽസിലും ഉണ്ടാക്കും, ക്രോണിക് പോസ്ചർ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യും. സെവറൽ കോമൺ ടൈപ്സ് ഓഫ് ബാഡ് പോസ്ചർ ഉണ്ട്. അത് ഇൻഡിവിജ്വൽസിൻ ഓഫ് ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിനെ ബാധിക്കാറുണ്ട്. ഒന്നാണ് കൈഫോസിസ്. ഇതിനെ റൗണ്ട് ബാക്ക്, ഹഞ്ച് ബാക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പർ ബാക്ക് എക്സസീവ്ലി കർവ് ഫോർവേഡ് ആവുകയാണ്, ഒരു ഹഞ്ച് അപ്പിയറൻസ് ആണ് ഇത് തരുന്നത്. പുവർ സിറ്റിംഗ് ഹാബിറ്റ്സ്, ഓസ്റ്റിയോപൊറോസിസ്, സ്പൈനൽ വീക്ക്നെസ് കൊണ്ടൊക്കെ ഇത് വരാം. മറ്റൊന്നാണ് ലോഡോസിസ്. ഇതിൻ്റെ പേര് സ്വേ ബാക്ക് എന്നാണ്. അപ്പോൾ ലോവർ ബാക്കിന് എക്സസീവ് ഇൻവേർഡ് കർവ് ആണ്. ഇത് ഒബീസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിൽ കാണാം, പ്രഗ്നൻറ്റ് വുമണിൽ കാണാം, വീക്ക് അബ്ഡോമിനൽ മസിൽസ് ഉള്ളവരിൽ കാണാം. മറ്റൊന്നാണ് സ്കോളിയോസിസ്. ഇത് സൈഡ് വേസ് കർവേച്ചർ ഓഫ് ദ സ്പൈൻ ആണ്. ഒരു എസ് അല്ലെങ്കിൽ സി ഷേപ്പ് ആയിരിക്കാം. ഇത് ഒന്നല്ലെങ്കിൽ കോൺജെനിറ്റൽ ആയിരിക്കാം, അല്ലെങ്കിൽ കോസ്ഡ് ബൈ അൺഈവൺ മസിൽ ഡെവലപ്മെൻറ്റ് ഓർ ലെഗ് ലെങ്ത് ഡിഫറൻസസ് ആയിരിക്കാം. മറ്റൊരു ഫ്രീക്വൻറ്റ് പോസ്ചറൽ പ്രോബ്ലമാണ് ഫ്ലാറ്റ് ഫുഡ്, where the arch of the food collapses, leading to improper weight distribution and difficulty in walking. ഫോർവേഡ് ഹെഡ് പോസ്റ്ററും വെരി കോമൺ ആണ് യങ് സ്റ്റുഡൻസിലും ഓഫീസ് വർക്കേഴ്സിലും. കാരണം ഒരു സ്ക്രീൻസിൽ ഒരുപാട് നേരം നോക്കിയിരിക്കുന്ന കാരണം ഹെഡ് എക്സ്റ്റെൻഡ് ചെയ്യാണ് ഫോർവേഡ് ബിയോണ്ട് ദ ഷോൾഡേഴ്സ്. നെക്ക് സ്ട്രെയിനും ഹെഡ് ഏക്സ് ഉണ്ടാക്കുന്നുണ്ട്. അഡീഷണലി സ്ലൗച്ചിങ് പോസ്റ്റർ വൈൽ സിറ്റിംഗ് ഈസ് വൈഡ് സ്പ്രെഡ്, ബാക്ക് ഈസ് റൗണ്ടഡ്, ഷോൾഡേഴ്സ് ആർ ഡ്രോപ്ഡ് ഫോർവേഡ്. അപ്പോൾ അത് സ്പൈനൽ സ്ട്രെസ്സും ഫറ്റീഗും ഉണ്ടാക്കുന്നുണ്ട്. ഇംപ്രോപ്പർ ആയിട്ടുള്ള സ്റ്റാൻഡിങ് പോസ്ചർ, ലൈക്ക് വൺ സൈഡിലേക്ക് മാത്രം വെയിറ്റ് കൊടുത്ത് നിൽക്കുക, ലോക്കിംഗ് നീസ് ഒക്കെ ഇംബാലൻസിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഈ ഓരോ പോസ്റ്ററും അഫക്റ്റ് ചെയ്യുന്നത് അപ്പിയറൻസിനെ മാത്രമല്ല, ഇൻറ്റേർണൽ ബോഡി ഫങ്ഷൻസ് ലൈക്ക് ബ്രീത്തിങ് എഫിഷ്യൻസി, ഡൈജഷൻ ആൻഡ് സർക്കുലേഷനൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ തന്നെ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ക്രോണിക് പെയിനും പെർമനൻറ്റ് ഡിഫോമിറ്റീസ് ഇത് കോസ് ചെയ്യുന്നു. So posture ഒരു vital aspect ആണ് of physical health and reflects how the body is aligned with the functions in daily life. So good posture ആണ് എന്ത് എൻഷുർ ചെയ്യുന്നത്? Proper body mechanics ഉണ്ട്, reduces strain and enhances overall well-being. Bad posture ഡിസ്കംഫർട്ടും ലോങ് ടേം ഹെൽത്ത് ഇഷ്യൂസും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒബീസിറ്റി, ഇഞ്ചുറീസ്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, സെഡാൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഇൻകറക്റ്റ് ഹാബിറ്റ്സ്, വീക്ക് മസിൽസ് കൊണ്ടൊക്കെ പുവർ പോസ്റ്റർ വരാം. കോമൺ ബാഡ് പോസ്റ്റേഴ്സ് ആണ് കൈഫോസിസ്, ലോഡോസിസ്, സ്കോളിയോസിസ്, ഫ്ലാറ്റ് ഫുഡ്, ഫോർവേഡ് ഹെഡ് പോസ്ചർ വൈഡ് സ്പ്രെഡ് ആണ്. പിന്നെ അവയർനെസ്, റെഗുലർ എക്സസൈസ്, എർഗണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് എല്ലാം എസെൻഷ്യൽ ആണ് ടു മെയിൻറ്റെയിൻ ഗുഡ് പോസ്ചർ ആൻഡ് പ്രിവെൻറ്റ് പോസ്ചർ ഡിഫോമിറ്റീസ്. താങ്ക് യു.